ഹലോ കാര്യം ക്യാഷ് നമ്മുടെയാണ്, നമ്മളാണ് കൊടുക്കുന്നത്, നമ്മുടെ വീട്ടുകാരാണ് കഷ്ടപ്പെടുന്നത്. അങ്ങോട്ട് എത്താൻ വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ കൂടുതൽ പൈസ മേടിക്കാൻ താല്പര്യമില്ല. ഞാൻ ഫിനാൻഷ്യൽ ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള വീട്ടിൽ നിന്നല്ല. ഹലോ, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചീറ്റ് ചെയ്യാൻ ഉള്ള ചാൻസുകൾ, അല്ലെങ്കിൽ ഒരാളെ ഒരു ഏജൻസിയുടെ, അതായത് ഏജൻസി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയോ, എന്തൊക്കെയാണ് ഈ ഒരു ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര ടൈം എടുക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യണം എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം, അതിനെപ്പറ്റിയൊക്കെ ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തറിയണം, എന്ത് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കണില്ല, എൻ്റെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ എൻ്റെ ഒരു ടെൻത്ത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതും ഇങ്ങോട്ട് വന്ന് ഹോസ്പിറ്റൽ നഴ്സിംഗ് ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. ഓക്കെ, ഞാനൊരു 10th വരെയും, എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ബോറടിക്കുമെന്ന്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്ത്, അതായത് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോ, കുഴപ്പമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കേൾക്കാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 10th വരെയും എൻട്രൻസ് പഠിക്കണം, MBBS കയറണം, അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് അനുസരിച്ച് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫിനാൻഷ്യൽ ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള വീട്ടിൽ നിന്നും അല്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഇപ്പം ഞാൻ പാലയിൽ പോയിട്ട് MBBS അതായത് എൻട്രൻസ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാലും അത് എനിക്ക് താല്പര്യമില്ല. വീട്ടുകാർക്ക് അത്ര ഒരു ബേർഡൻ കൊടുക്കാൻ എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മനിയിൽ ഒന്ന് ഫ്രീ ആയിട്ട് നഴ്സിംഗ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ട്, 12th കഴിഞ്ഞിട്ടാണോ പഠിക്കേണ്ടത്, 10th കഴിഞ്ഞിട്ടാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് എങ്ങനെ പെട്ടെന്ന് ജർമ്മനിയിലോട്ട് വരാം, പിന്നെ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് എവിടെ പോയി പഠിക്കണം, ഏജൻസി പ്രിഫർ ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചു 2025 കുറേ പേർക്കെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി ധാരണയുണ്ടെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവും, ഒരു 12th കഴിഞ്ഞ് ചില പിള്ളേർക്ക് അറിയാൻ പാടില്ല. ഇപ്പം എൻ്റെ ഒരു ഗൈഡ് ആണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ യൂട്യൂബ്, ഗൂഗിൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഈ സാധനം ഇത്രയും പോപ്പുലർ ആയത് നമുക്ക് ചോദിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു അറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതും. പക്ഷെ ഇപ്പോഴും കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ 12th കഴിഞ്ഞിട്ട് നമ്മൾ ജർമ്മനിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചിലർക്ക് അത് സിമ്പിൾ ആയിരിക്കും, ചിലർക്ക് സമയം എടുക്കും, ചിലർ ഇത് എല്ലാം പെട്ടെന്ന് ക്ഷണപ്രയം നടക്കും. പക്ഷെ ചിലർ കുറേ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ചീറ്റിങ്ങിലൂടെ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു വരുന്നവരായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സാഹചര്യത്തിൽ കൂടെയും കടന്നു വന്നിട്ടാണ് ജർമ്മനിയിൽ എത്തിയത്. ജർമ്മനിയിൽ ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഔപെയർ, FSA, ക്രാങ്കൻഫ്ലീക്ക്, ഹെൽഫറിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 12th ചിലർക്ക് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റി, ഒരു +1+2 കൂടെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളെ വിലയിരുത്തിയിട്ട് മാത്രം 10th കൂടെയും 12th കൂടെയും ഇത് എടുക്കണമെന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നെ കൂടെ പറ്റില്ല എന്ന് അറിയാവുന്നവർ അല്ലെങ്കിൽ തോന്നുന്നവർ 12th കഴിഞ്ഞിട്ട് എടുക്കുക. 12th കഴിഞ്ഞിട്ട് ടൈം ഒട്ടും വേസ്റ്റ് ആക്കരുത്. കാര്യം ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് കുറേ പേർ, എൻ്റെയൊക്കെ 2 വർഷം പോയി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് 1 year ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ എൻ്റെ കുറേ വർഷം പോയി. അപ്പം ഇത് ഒത്തിരി ടൈം പോകുന്നൊരു കാര്യമായിട്ട് തന്നെ ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക. 12th കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പോയി ജർമ്മൻ ലാംഗ്വേജിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, ഉഴപ്പി നടക്കാതിരിക്കുക. എനിക്ക് പറ്റിയതാണ്. ഞാൻ ഒരു 8 to പകുതി മുക്കാൽ വരെയും പുതിയൊരു സ്ഥലമാണ്, അവിടെ പോയി ഇവിടെ പോയി ഫ്രണ്ട്സിനോട് നടന്ന് അങ്ങനെ എൻ്റെ കുറേ ടൈം പോയിട്ടുണ്ട്. ആ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ എന്തിനാണ് കൊച്ചിയിൽ എത്തിയത് എനിക്ക് മനസ്സിലായി. കൊച്ചിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രാക്കിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ബേസൊക്കെ ഞാൻ നന്നായിട്ട് ഉഴപ്പി. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ് ഞാൻ എന്തിനാ അത്ര ഉഴപ്പി കളഞ്ഞെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പിന്നെ പഠിച്ച് കയറി വരാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ഒരു ജർമ്മൻ ലാംഗ്വേജ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഏജൻസിക്ക് ബീച്ച് വരെ പഠിക്കാനെ കൊണ്ട് 1.5 lakhs ആണ് കൊടുത്തത്. അവർ 2 lakhs ആണ് അവർ ചോദിച്ചത്. നമുക്ക് അതിനെപ്പറ്റി അന്ന് വലിയ പിടിയില്ല. ഒരു 4.5 ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മുടെ അടുത്ത് അവിടുത്തെ കൗൺസിലർ വിളിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഹാഫ് പേയ്മെന്റ് അടയ്ക്കണമെന്നാണ്. അപ്പം അന്ന് വിളിച്ചു വെച്ച് കുറേ ഏജൻസി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 50K വെച്ചിട്ട് അടച്ചാൽ മതിയെന്ന്. അപ്പോൾ പിന്നെയാണ് നമ്മൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് 80K 80,000 രൂപ വരെ കൂടിപ്പോയേ ആവത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ 80K അത്ര ഒന്നും ഞാൻ മേടിക്കുന്നില്ല, അതിലും കുറച്ചാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പിള്ളേർക്ക് ഞാൻ കുറച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഔപ്പേറിൻ്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്, FSCയുടെ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്, ഹൗസ് ബിൽഡിങ്ങിൻ്റെയും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് എന്താ പറയുക, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഏജൻസിയിൽ. അവർ നമ്മൾ കൗൺസിലേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും അവിടെ ചേർക്കും. പെട്ടെന്ന് വീഴുന്നവരാണെങ്കിൽ പോയി ചേരും. പക്ഷെ നിങ്ങൾ ഒത്തിരി 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 റിസർച്ച് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ പിള്ളേരുടെ നമ്പർ കിട്ടുമെങ്കിൽ അത് മേടിച്ച് വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒരു വട്ടം അവിടെ പോയി വിസിറ്റ് ചെയ്യുക, ചുമ്മാ ക്യാഷ് കൊടുത്ത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പോയി ക്ലാസ്സിന് കയറുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വട്ടം 2 വട്ടം അവിടെ പോവാം. പോയി കഴിഞ്ഞിട്ട് നോക്ക് എങ്ങനെയാണ് അവിടെ, എങ്ങനെയാണ്. അല്ലെങ്കിൽ അവിടെ വെച്ച് ഏതെങ്കിലുമൊക്കെ പിള്ളേരെ കാണാതിരിക്കില്ല. അവരോട് പറയും എനിക്കിങ്ങനെ ഞാൻ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറയണേ, എനിക്ക് ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയാനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ നല്ല എക്സ്പീരിയൻസ് ആണോ നിങ്ങൾ ചോദിക്കുക. നല്ല പിള്ളേരാണെങ്കിൽ പറയും, അല്ലെങ്കിൽ ഒരാളുടെ അടുത്തില്ലെങ്കിൽ 3 പേർക്ക് ചോദിക്കുക, പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ചെയ്യാനും ക്യാഷ് നമ്മുടെയാണ്, നമ്മളാണ് കൊടുക്കുന്നത്, നമ്മുടെ വീട്ടുകാരാണ് കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമാണ്, ചില ഏജൻസി തന്ന 1 മാസം കൊണ്ട് A1 അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 1 മാസം കൊണ്ട് A1, 1 മാസം കൊണ്ട് A2, 2 മാസം കൊണ്ട് B1, അല്ല 2.5 മാസം കൊണ്ട് B2. ഇതൊരിക്കലും പോസിബിൾ. അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ചേച്ചി ഒരു ചേച്ചി മെസ്സേജ് ആണ്. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെയുള്ള കോൺടാക്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ജർമ്മനിയിലാണെന്ന് അറിഞ്ഞപ്പം ആ പുള്ളിക്കാരുടെ മോള് ജർമ്മൻ പഠിക്കുകയാണ്, ഇപ്പോൾ B1 ആണ്. അടുത്ത മാസം പുള്ളിക്കാരി B2 ഏതോ, അതായത് പഠിച്ചു തുടങ്ങി അടുത്ത മാസം എക്സാം ആണെന്ന്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ 100% ഷുവർ ആയിട്ടുള്ളൊരു കാര്യം. പ്രാക്ടീസ് ചെയ്യാതെ എക്സാം എഴുതാൻ പോയിട്ട് ഒരു കാര്യമില്ല, വെറുതെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏജൻസീസ് ഇപ്പം ചിലരുണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നത്, ചിലരുണ്ട് പൈസയ്ക്ക് വേണ്ടി എടുക്കുന്നത്. നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റി അറിഞ്ഞ് നമ്മളാണ് ക്യാഷ് കൊടുക്കുന്നത്. ഏജൻസി ചിലപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതാൻ ക്യാഷ് കൊടുക്കും, അത് പാസ്സായി വരണമെന്നില്ല, ഗോയിത്താണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്യാഷാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ഒരാൾ കൺവിൻസ് എന്തുപോലെ പോവാൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും. എങ്ങനെ, ഏത്, എപ്പോൾ, എത്ര നാൾ, എനിക്ക് എത്ര നാൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഇഷ്ടംപോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. മോഡൽ ടെസ്റ്റ്, വർക്ക് സ്റ്റേറ്റ്, അങ്ങനെ കുറേ എന്താ പറയുക പ്രാക്ടീസ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു മോഡൽ ടെസ്റ്റ് തന്നെ എന്നെ സംബന്ധിച്ച് 4-5 വട്ടം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞ്, അതായത് ലാഗ് അടിപ്പിക്കണില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ലൈക്ക് എൻ്റെ ഒത്തിരി ടൈം ഞാൻ വേസ്റ്റ് ചെയ്തു. എക്സാമിന് വേണ്ടിയിട്ട് ഈ ഏജൻസി പറയുന്നതൊക്കെ നിന്ന് ആ ടൈം വേസ്റ്റായി. പിന്നെ ഹൗസ് ബിൽഡിംഗ് നടക്കുന്നില്ല, അപ്പം FSCക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അതിന് വെയിറ്റ് ചെയ്ത് ആ ടൈം വേസ്റ്റായി. ഫ്ലീഗ ഹെൽഫറിൻ്റെ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ടൈം വേസ്റ്റായി. അങ്ങനെ ഒത്തിരി ടൈം എൻ്റെ വേസ്റ്റ് ആയിപ്പോയി. ഇനിയുള്ള നിങ്ങളുടെയെങ്കിലും ടൈം വേസ്റ്റ് ആയി പോകാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരാതിരിക്കില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഒരിച്ചിരിയെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്തോളാം. എനിക്ക് ഏകദേശം 2022 തൊട്ടിട്ട് 2025 വരെ ഏകദേശം FSC ആണെങ്കിലും OPR ആണെങ്കിലും ഹോസ്പിറ്റൽ എല്ലാത്തിനെയും പറ്റി ഞാൻ അപ്ഡേറ്റഡ് ആണ്. കാര്യം ഞാൻ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഐഡിയ ഉണ്ട്. വീണ്ടും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 1% എങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹൗസ് ബിൽഡിംഗ് എന്താണ്, എങ്ങനെ എത്താം, എന്ത് എക്സാം ടിപ്സ്, B1 ടിപ്സ്, B2 ടിപ്സ്, പ്രാക്ടീസ് മെറ്റീരിയൽസ്, പിന്നെന്താ ഔപ്പയർ കാറ്റഗറി എന്താണ്, FSC കാറ്റഗറി എന്താണ്, എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താം, എങ്ങനെ അഫോർഡബിൾ ആയിട്ട് എത്താം, എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, എല്ലാ കാര്യത്തിനെ പറ്റി ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഇതിലൂടെ ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു S കമൻറ്റ് ചെയ്യുക, ഞാൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു ഹേർട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഉപയോഗപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾക്ക് വേണ്ട സ്പെസിഫിക് ടോപ്പിക് ആയാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് കുടുങ്ങിയിരിക്കുന്നവരാണെങ്കിലും സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും.
നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഇതിനകത്തേക്ക് എത്തും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്, നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, നീ പോണില്ലേ ചോദിക്കുന്നവരടുത്ത് ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞു, സമാധാനം കിട്ടട്ടെ, അങ്ങനെയും പറഞ്ഞു, കുഴപ്പമില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ചോദിക്കാം, കമന്റ് ചെയ്യാം, ഞാൻ അതൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ ഞാൻ റിപ്ലൈ തരാം. ഇൻസ്റ്റയിൽ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൂടുതലും യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ എനിക്കറിയില്ല, ഇപ്പം നിങ്ങൾ മെസ്സേജ് അയക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കാം. അങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ എൻ്റെ ബയോയിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.